ചേർത്തല തിരോധാന കേസിലാണ് നിർണായക വെളിപ്പെടുത്തലുണ്ടായത്. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് അയൽവാസിയായ ശശികല 24നോട് പറഞ്ഞത്. പള്ളിപ്പുറത്ത് വീട്ടിലെ ശുചിമുറിയിൽ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്നതാണ് വെളിപ്പെടുത്തൽ. സ്വത്ത് തട്ടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിൽ രണ്ട് പേരുടെ പേരുകൾ അവർ പ്രധാനമായും പറയുന്നത് ഫ്രാങ്ക്ലിൻ ഒപ്പം സോഡാ പൊന്നപ്പൻ എന്നിവരാണ്. സോഡാ പൊന്നപ്പൻ എന്നയാൾ ഇടനിലക്കാരനാണ്. അയാളുടെ ശബ്ദ സന്ദേശം നേരത്തെ തന്നെ തിരോധാന കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. പക്ഷേ അവർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. ഇപ്പോൾ വീണ്ടും പുതിയ അന്വേഷണ സംഘത്തിനും ഇത് കൈമാറിയിട്ടുണ്ട്. തന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് പോയി എന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ പറയുകയാണ്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ശുചിമുറിയിലാണ്. മദ്യം നൽകി അബോധാവസ്ഥയിൽ ആക്കിയതിനു ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. സെബാസ്റ്റ്യനും ഒപ്പം ഫ്രാങ്ക്ലിൻ എന്നയാൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരാളുടെ കൂടി സഹായത്തോടെയാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ് അയൽവാസി വെളിപ്പെടുത്തിയത്. അശ്വിൻ പാലാഴിയാണ് ശശികല എന്ന വീട്ടമ്മയോട് സംസാരിച്ചത്. അശ്വിൻ നമുക്കൊപ്പമുണ്ട്. അശ്വിൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്വേഷണ സംഘത്തിന് തെളിവടക്കം നൽകിയിട്ടും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ആക്ഷൻ കമ്മിറ്റി പറയുന്ന ചില കാര്യങ്ങളിലേക്ക് സംശയം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അട്ടിമറി ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നത്. ഇതിപ്പോൾ എന്താണ് ഇവർ പറയുന്നത്? അത് ഇതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഗൗരവത്തിൽ തന്നെ പുതിയ അന്വേഷണ സംഘം മുഖവിലക്കെടുക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അനുജ, തീർച്ചയായും നിലവിൽ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഒരു പേര് ഫ്രാങ്ക്ലിൻ എന്ന പേരാണ്. ആരാണ് ഫ്രാങ്ക്ലിൻ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഫ്രാങ്ക്ലിൻ 2012 കാലത്ത് ചേർത്തലയിലേക്ക് താമസം മാറി വന്ന ഒരാളാണ്. സ്ഥലക്കച്ചവടവും അല്ലറ ചില്ലറ മറ്റ് ജോലികളുമൊക്കെയായി അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം പണമൊക്കെയുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അവിടെ ഒരു ഇടമുറപ്പിക്കുന്നു, നല്ല ആളുകളുമൊക്കെ ബന്ധം സ്ഥാപിക്കുന്നു. ഈ സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു അതേ സ്വഭാവ സവിശേഷം തന്നെയാണ് ഈ ഫ്രാങ്ക്ലിനും ഉണ്ടായിരുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമൊക്കെയായി സൗഹൃദം സ്ഥാപിക്കുന്നു. അവിടെ സ്ഥലക്കച്ചവട കാര്യങ്ങളിലും അങ്ങനെയുള്ള ഇടപാടുകളിലുമൊക്കെ ഈ ഫ്രാങ്ക്ലിനും പങ്കാളിയാകുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ ഫ്രാങ്ക്ലിന്റെ കൈവശം ഉണ്ടായിരുന്ന ഫ്രാങ്ക്ലിൻ എഗ്രിമെന്റ് ചെയ്ത ഒരു ഭൂമി, ആ ഭൂമി വാങ്ങാനായി ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ വീട്ടമ്മ വരുന്നു. ഈ വീട്ടമ്മയെ ഞാൻ എത്താം. ഇപ്പോൾ ഇതിൽ ഈ ശശികലയെ വിളിച്ച് സംസാരിച്ച സോഡാ പൊന്നപ്പൻ, അയാളുടെ വെളിപ്പെടുത്തലാണ് ശബ്ദ സന്ദേശമായുള്ളത്. ആ വെളിപ്പെടുത്തൽ എങ്ങനെയായിരുന്നു? അയാൾ എന്താണ് പറഞ്ഞത്? ആ ശബ്ദരേഖ കൂടി ഒന്ന് കേട്ടിട്ട് വരാം. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യൻ അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി. ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു അവര് ഒരു ആട്ടോക്കാരനെ വിളിച്ചു. ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി. ആട്ടോക്കാരനെ പിടിക്കുന്നത് ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് അറിയാം. സെബാസ്റ്റ്യൻ പിന്നെ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലേന്ന് പറഞ്ഞു. അപ്പൊ സെബാസ്റ്റ്യൻ പറഞ്ഞു കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞു അത് ഉണ്ട്, എന്റെ ഉണ്ട്, തനിക്ക് വേണം, എന്റെ ഉണ്ട്, തനിക്ക് വേണം. അത് ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ ആ പിള്ളേരെ അയക്കാൻ നോക്കുന്നു. ഇവിടുത്തെ കാശ് കംപ്ലീറ്റ് ഫ്രാങ്കളും ഇവരും കൂടിയാണ് കിടക്കെ പൊട്ടിച്ച് ശമ്പള കാശ് മൊത്തം അത് കഴിഞ്ഞ് ഈ പെണ്ണ് ഇവിടെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്നിട്ടും പറഞ്ഞിട്ട് എനിക്കിത് കാശ് ഇവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അത് പോകാൻ നേരത്ത് പറഞ്ഞ് ഞാൻ പോവുകയാണ്, എറണാകുളത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ ഇന്ന് വരും ഞാൻ എന്തെല്ലാം നുണേണി എന്നോട് പറഞ്ഞതാണെന്നറിയാവാ. ഇവിടെ പൊറുക്കാൻ വന്നു കഴിഞ്ഞിട്ടേ ഈ ആരണ്ടും ചിട്ടി നടത്തിയിട്ട് ചിട്ടിയുടെ കാശ് മേടിച്ചോണ്ട് ഇവൻ പോന്നെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ ഇവിടെ വന്നായിരുന്നു. പിന്നെ ഭയങ്കര തട്ടിപ്പ്. അവനാ പെണ്ണുമ്പോൾ എന്ത് പാവാണ്. അവരും പെൺമാളും കൂടി 2 മാളും കൂടി ഇവിടെ വരുമായിരുന്നു. പെര വെച്ചതിൽ പല ആളുകൾക്കും കാശ് കൊടുക്കാനുണ്ട്. ആ മിറ്റത്തെ ടൈലിട്ട് ഞാൻ പറഞ്ഞു എന്നാ വേണമെന്ന്. അപ്പൊ അവൻ 1.5 കോടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 85 ലക്ഷം രൂപ അങ്ങോട്ട് വരും, പറ്റുവാന്ന് ചോദിച്ചു. എവിടാ? അവിടെ അത് പിന്നെ അവന്റെ ചേട്ടൻ അനിയന്റെ അവിടുത്തെ കാശ് മുഴുവൻ ഇപ്പൊ പാവത്തിന്റെ റോയി എന്ന് പറഞ്ഞ ആളുടെ കംപ്ലീറ്റ് കാശ് പിന്നെ എടുത്തോണ്ട് പോകും. എന്നിട്ട് പറയണേ 1 സെന്റ് സ്ഥലം പോലും ഇങ്ങോട്ട് മേടിച്ചില്ല, 50 സെന്റും അങ്ങോട്ട് എഴുതി കൊടുത്തേക്കും പോന്നു. ആർക്ക്? അനിയന്. അതാണ് ശശികലയെ വിളിച്ച് സെബാസ്റ്റ്യന്റെ കൂട്ടാളി സോഡാ പൊന്നപ്പൻ സംഭവങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ആ നിർണായക ശബ്ദരേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഈ ശബ്ദരേഖയാണ് ഒരിക്കൽ കൂടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്ന് വീട്ടമ്മ പറഞ്ഞു. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ,
ഇതിൽ എങ്ങനെയാണ് ബിന്ദു പത്മനാഭനെ കബളിപ്പിച്ച് അവരുടെ സ്വത്ത് തട്ടിയെടുത്തത് എന്നതുൾപ്പെടെ ഇയാൾ പറയുന്നുണ്ടല്ലോ. ഇയാൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, നല്ല പരിചയമുണ്ട്. സെബാസ്റ്റിനെയും ബിന്ദുവിനെയും ഒക്കെ നമുക്ക് ഈ ശബ്ദം കേട്ടാൽ മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും ആ പ്രദേശത്ത് ഏറെ നാളുകളായി സെബാസ്റ്റിനൊപ്പം ബ്രോക്കർ ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് സോഡ പൊന്നപ്പൻ. പക്ഷെ സോഡ പൊന്നപ്പൻ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഈ സോഡ പൊന്നപ്പന് വളരെ കൃത്യമായി അറിയാം, ഉള്ളം കൈ പോലെ വ്യക്തമാണ് എന്നുള്ള കാര്യം അത് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇയാൾക്ക് അറിയാം എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടി വീട്ടമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ഈ സെബാസ്റ്റ്യൻ ഒപ്പമുണ്ടായിരുന്ന ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇയാൾക്ക് അറിയാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ഈ കാര്യങ്ങൾ സോഡ പൊന്നപ്പനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സോഡ പൊന്നപ്പനോട് ഫ്രാങ്ക്ലിൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ നിലവിൽ ഈ വീട്ടമ്മയുമായി ഇയാൾ സംസാരിച്ചത്. ആ സംസാരിച്ചതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി, മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി, അവിടെ നിന്ന് ഈ വീട്ടിലെ ശുചിമുറിയിൽ എത്തിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു കാര്യം അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ആ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നിർണായകമായ ഒരു ശബ്ദ സന്ദേശമായി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലേക്ക് ഈ വീട്ടമ്മ നൽകിയിരിക്കുന്നത്. അനുജ, ആ ഏകദേശം ഒരു 11 മിനിറ്റിലധികമുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത്രയും നേരം ഇവർ തമ്മിൽ സംസാരിച്ചു. അതിൽ പണം തട്ടിയ കാര്യവും ബിന്ദുവിന്റെ സ്വത്ത് തട്ടിയെടുത്ത കാര്യവും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. എങ്ങനെ കൊലപ്പെടുത്തി, ഏത് രീതിയിൽ കൊലപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ 11 മിനിറ്റിൽ പൂർണ്ണമായി അവർ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും സോഡ പൊന്നപ്പനെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല കാര്യങ്ങളും. അതെ, സോഡ പൊന്നപ്പനാണ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ ഫ്രാങ്ക്ലിൻ എന്നയാൾ കൂടി ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയാണ്. അയാൾ സെബാസ്റ്റ്യന്റെ കൂട്ടാളിയാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയാമെന്ന നിലയ്ക്ക് തന്നെയാണ് അയാൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ അന്വേഷണം നടത്തേണ്ടതാണ്, നേരത്തെ തന്നെ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അതിലേക്ക് അന്വേഷണ സംഘം പോയില്ല എന്ന ചോദ്യം ഒരിക്കൽ കൂടി ഉയർന്നു വരികയാണ്. നിർണായക വെളിപ്പെടുത്തലാണ് 24-ലൂടെ നടത്തിയിട്ടുള്ളത്. സെബാസ്റ്റ്യന്റെ അയൽവാസി ശശികല അവർ പറയുകയാണ്, ശശികല പറഞ്ഞത് 24-ലൂടെ പറഞ്ഞത് അല്പസമയം മുൻപാണ് ആ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തുകയായിരുന്നു സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന്. ബിന്ദു പത്മനാഭനെ കൊന്നത് സെബാസ്റ്റ്യന്റെ വസതിയിൽ വെച്ച്, ശുചിമുറിയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയ. സ്വത്ത് തട്ടിയെടുക്കലായിരുന്നു ലക്ഷ്യം എന്ന് പറയുക.